Oxford Academy. Tuition for SSLC 9th Standard and CBSE 10th Regular and Holiday Batches. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മെഹനൂഫ്. പ്രപഞ്ചത്തിൽ ചില നിഗൂഢമായ സത്യങ്ങളുണ്ട്. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതുവരെ നമുക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പ്രയാസമുള്ള ചില സത്യങ്ങൾ. അത്തരത്തിലുള്ള നിഗൂഢമായ സത്യങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണമാണ് മിസ്റ്ററി ക്രിയേഷൻസ് എന്ന ഞങ്ങളുടെ പുതിയ ചാനൽ. ഓക്സ്ഫോർഡ് അക്കാദമി എന്ന ഞങ്ങളുടെ ചാനലിനെ കൈനീട്ടി സ്വീകരിച്ച നിങ്ങൾ ഈ ചാനലിനെയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിശയിപ്പിക്കുന്ന അറിവിന്റെ അക്ഷയപാത്രം തന്നെയായിരിക്കും ഈ ചാനൽ നിങ്ങൾക്കായി നൽകുന്നത്. മിസ്റ്ററി ക്രിയേഷൻസ് എന്ന ഞങ്ങളുടെ പുതിയ ചാനൽ നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ചാനലിലെ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ആദ്യ കമന്റായി ആ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർ, വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ് ഹിന്ദിയിലെ ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവചരിത്രത്തെ ആധാരമാക്കിയുള്ള ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ സ്വയം പ്രകാശാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രസ്താവിക്കുകയും അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന ഗാന്ധിജി. ഗാന്ധിജി എന്ന പേര് കേൾക്കുമ്പോഴേ തലയിൽ മുടിയില്ലാത്ത, കണ്ണട വെച്ച, കയ്യിലൊരു ഊന്നുവടിയും പിടിച്ച് ഒറ്റമുണ്ടും ധരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ യഥാർത്ഥത്തിൽ ഗാന്ധിജി അങ്ങനെ തന്നെയായിരുന്നോ എല്ലാ കാലത്തും? അല്ല എന്നതാണ് സത്യം. തൻ്റെ യൗവന കാലഘട്ടത്തിൽ സാമാന്യം ആർഭാടമായി തന്നെ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. പിന്നെ എങ്ങനെയായിരിക്കും അദ്ദേഹം ഒരു ലളിത വസ്ത്രധാരിയായി മാറിയത്? അതെ, ആ ചരിത്രഭാഗം തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വ്യക്തി എങ്ങനെ മഹാത്മാഗാന്ധി എന്ന ഗാന്ധിജിയായി മാറി? പലപ്പോഴായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് തന്നെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തതെന്ന് ഗാന്ധിജി തൻ്റെ ജീവചരിത്രക്കുറിപ്പായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അതായത് മൈ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ട്രൂത്ത് എന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ലേഖനത്തിലേക്ക് കടക്കാം. ക്യാ തും ഏക് ऐसा गांधी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में चोला टांग रखा हो? കൂർത്തയും പാജാമയും ധരിച്ച, കാലിൽ ചപ്പലും തലയിൽ നിറയെ മുടിയുമുള്ള, തലയിൽ ഗാന്ധി തൊപ്പി വച്ച, കഴുത്തിലൂടെ കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ സഞ്ചി തൂക്കിയിട്ട ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? ഇവിടെ കൽപ്പന കർണ എന്നാൽ സങ്കല്പിക്കുക എന്നതാണ് അർത്ഥം. ധരിക്കുക എന്നതാണ് പഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. പാവ് എന്നാൽ കാൽ എന്നും സർ എന്നാൽ തല എന്നുമാണ് അർത്ഥം വരുന്നത്. ബാൽ എന്നാൽ തലമുടി എന്നാണ് അർത്ഥം. ചോല എന്നാൽ സഞ്ചി അഥവാ ബാഗ് എന്നും ടാങ്കിന എന്നാൽ തൂക്കിയിടുക എന്നുമാണ് അർത്ഥം വരുന്നത്. हाँ, गांधी जी जैसे फोटो में दिखते हैं वैसे हमेशा से नहीं थे. അതെ, ഗാന്ധിജി ഫോട്ടോയിൽ കാണുന്നത് പോലെയായിരുന്നില്ല എന്നും. വേ ധീരെ ധീരെ ഗാന്ധിജി ബനെ, അദ്ദേഹം സാവധാനത്തിൽ ഗാന്ധിജിയായി മാറുകയായിരുന്നു. കൈസെ, എങ്ങനെ? ബച്പൻ മേം ഗാന്ധിജിക്കോ അന്ധേരെ സെ ഡർ ലഗ്താ താ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. അന്ധേര എന്നാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ഡർന എന്നാൽ ഭയക്കുക എന്നും. ഉനേം ലഗ്താത്ത കോയി ഭൂത് ആക്കർ ഉനേം പക്കഡിലേക്ക. ഏതോ ഭൂതം വന്ന് തന്നെ പിടിക്കുമെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. കരുതുക, തോന്നുക, അനുഭവപ്പെടുക എന്നൊക്കെയാണ് ലഗ്ന എന്ന വാക്കിൻ്റെ അർത്ഥം. ബഡേ ഹോക്കർ വേ ഖുദ് ഐസാ ഹോ ഗയാ കി അംഗ്രേസ് ഹുക്കുമത് ഉൻസെ ഡർനെ ലഗി മാനോ വേ കോയി ഭൂത് ഹോ. എന്നാൽ ഗാന്ധിജി വളർന്നു വലുതായപ്പോൾ അദ്ദേഹത്തെ ഒരു ഭൂതത്തെ കണക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പോലും ഭയപ്പെട്ടു. ഹുക്കുമത്ത് എന്നാൽ ഗവൺമെൻറ്, ഭരണകൂടം എന്നാണ് അർത്ഥം. മാന്ന എന്നാൽ കരുതുക, ധരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്.
जब उन्हें कतियावाड़ हाई स्कूल में पहली कक्षा में भर्ती कराया गया तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेजी. കത്തിയവാഡ് ഹൈസ്കൂളിൽ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സമയത്ത് അദ്ദേഹത്തിന് 11 വയസ്സായിരുന്നു പ്രായം. ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളായിരുന്നു അവിടെ അദ്ദേഹം പഠിച്ചത്. ഇവിടെ ഭർത്തി കരാന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവേശനം നേടുക എന്നതാണ്. स्कूल की फीस थी 8 അണെ പ്രതിമാ യാനി 50 പൈസെ ഹർ മഹീനെ. സ്കൂളിലെ ഫീസ് മാസത്തിൽ 8 അണ അതായത് 50 പൈസയായിരുന്നു. അണ എന്നത് പണ്ടത്തെ ഒരു പണത്തിൻ്റെ കണക്കായിരുന്നു. 8 അണ എന്നാൽ 50 പൈസ, അതായത് 16 അണ എന്നാൽ 1 രൂപ എന്നതായിരുന്നു അന്നത്തെ കണക്ക്. 1880കളിലാണ് ഗാന്ധിജി തൻ്റെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്നതെന്ന് ഓർക്കുക. അന്നത്തെ കാലത്ത് 50 പൈസക്ക് എത്രത്തോളം മൂല്യമുണ്ടായിരുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. പഹലി പരീക്ഷ മേം ഗാന്ധിജി 34 ബച്ചോ മേം സെ 32വേം സ്ഥാൻ പർ രഹേ. ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ഗാന്ധിജി ആകെ 34 കുട്ടികളിൽ 32ാമത്തെ സ്ഥാനത്താണ് എത്തിയത്. और 2 വിഷയോं में तो उन्हें 0 मिला. കൂടാതെ 2 വിഷയങ്ങളിൽ അദ്ദേഹത്തിന് 0 മാർക്കും ലഭിച്ചു. 34 എന്നത് 34 എന്ന അക്കത്തെയും 32 എന്നത് 32 എന്ന അക്കത്തെയും സൂചിപ്പിക്കുന്നു. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. ഗാന്ധിജി തൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലണ്ടിലാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയ സമയത്ത് ഗാന്ധിജിക്ക് ധാരാളം പുതിയ വസ്ത്രങ്ങൾ തയ്പ്പിച്ചിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് അന്ന് എല്ലാ ചെറുപ്പക്കാരെയും പോലെ അത്യാവശ്യം ആർഭാടത്തിൽ തന്നെയായിരുന്നു ഗാന്ധിജി ജീവിച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിലെ പഠനത്തിന് ശേഷം വക്കീൽ ജോലിക്കായി ദക്ഷിണാഫ്രിക്കയിലേക്കാണ് ഗാന്ധിജി പോയത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്തു മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ദക്ഷിണാഫ്രിക്ക മേം കുർത്ത ധോത്തി പഹന്നെ ലഗെ. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കുർത്തയും ധോത്തിയും ധരിക്കാൻ തുടങ്ങി. അതായത് ഇംഗ്ലണ്ടിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെത്തിയപ്പോൾ, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥനിലേക്ക് വളർന്നതോടെ ഗാന്ധിജിയുടെ ജീവിത രീതിയിലും വലിയ മാറ്റം സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുവരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഗാന്ധിജി കുർത്തയും മുണ്ടും ധരിക്കാൻ തുടങ്ങി. ഓർ ഭാരത് ആയേ തോ ഏക് ബാർ മധുരേ ഗയേ ഭാഷൺ ദേനെ. എന്നാൽ ഭാരതത്തിൽ വന്ന സമയത്ത് ഒരിക്കൽ പ്രഭാഷണം നടത്തുന്നതിനായി മധുരയിലേക്ക് പോയി. സൗത്ത് ആഫ്രിക്കൻ ജനതയ്ക്ക് വേണ്ടി ഒത്തിരി സേവനങ്ങൾ നൽകിയ ശേഷം ഇന്ത്യയിലെ ദരിദ്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സദാ സന്നദ്ധനായാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ഇന്ത്യയിലെത്തിയ ഗാന്ധിജി പല പ്രദേശങ്ങളിലായി സഞ്ചരിച്ച് ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കി മാറ്റുന്നതിനായി അനവധി പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. അത്തരത്തിൽ ഒരു പ്രഭാഷണം നടത്താനായിരുന്നു അദ്ദേഹം മധുരയിലും എത്തിയത്. വഹാം ഏക് ഔരത് കോ ദേഖാ ജോ താലാബ് മേം അപ്നി ധോത്തി ധോ രഹി തി. അവിടെ ഒരു കുളത്തിൽ ഒരു സ്ത്രീ അലക്കുന്നത് ഗാന്ധിജി കാണാനിടയായി. താലാബ് എന്നാൽ കുളം എന്നതാണ് അർത്ഥം. ധോത്തി എന്നാൽ മുണ്ട് എന്നും ധോന എന്നാൽ അലക്കുക എന്നുമാണ് അർത്ഥം വരുന്നത്. വസ്ത്രം അലക്കുക എന്നത് ഒരു കൗതുകകരമായ കാഴ്ചയൊന്നുമല്ലല്ലോ. ലേക്കിൻ കൈസെ, പക്ഷേ ഇവിടെ ഈ സ്ത്രീ എങ്ങനെയാണ് അലക്കുന്നത്? ആദി പഹൻ തീത്തി ഓർ ബാക്കി ആദി ധോത്തി തി. പാതി വസ്ത്രം ധരിച്ച ശേഷം ബാക്കി പാതി അലക്കുന്നു. ഫിർ ഗൂലി ഹുയി കോ പഹൻ ലേത്തി തി ഓർ ശേഷ് കോ ധോത്തി തി. പിന്നീട് അലക്കിക്കഴിഞ്ഞ നനഞ്ഞ വസ്ത്രം ധരിക്കുകയും ബാക്കി വസ്ത്രം അലക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ആ സ്ത്രീക്ക് ഉടുക്കാൻ മറ്റു വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. ആ സ്ത്രീയുടെ ദാരിദ്ര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉസ്കി ഹാലത് ദേഖ് കർ ഗാന്ധിജി ഭീതർ തക്ക് ഹിൽ ഗയേ. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഗാന്ധിജിക്ക് അതീവ ദുഃഖം തോന്നി. ഓർ ബസ് ഉസി സമയ് ഉനോനെ ഫൈസല കർ ലിയ. അതേസമയം തന്നെ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു കി അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക. ഇന്നു മുതൽ താനും ഒരു ധോത്തി മാത്രം, ഒരു മുണ്ട് മാത്രമേ ധരിക്കൂ.
ഫൈസല കർണ എന്നാൽ പ്രതിജ്ഞയെടുക്കുക, തീരുമാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ബാദ് മേം ഗോൾ മേ സമ്മേളൻ കേലിയെ ലണ്ടൻ ഗയെ. ശേഷം അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിലേക്ക് പോയി. ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷുകാർ വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ അഥവാ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും 3 വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു നടന്നിരുന്നത്. ഇതിൽ 1931 നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വഹാം തോ ഖൂബ് സർദി പഡ്തി ഹെ. ആ സമയത്ത് ലണ്ടനിൽ കടുത്ത തണുപ്പായിരുന്നു. തോ വഹാം കെ ബച്ചെ പൂച്ച്തേ തെ. അപ്പോൾ ലണ്ടനിലുണ്ടായിരുന്ന കുട്ടികൾ ഗാന്ധിജിയോടായി ചോദിച്ചു, ബാബ തുമാരി പതുലൂൻ കഹാ ഗയേ. നിങ്ങളുടെ പാൻറ് എവിടെ പോയി? ഗാന്ധിജി ഉനേം കോയി ജവാബ് നഹി ദേതേ തെ. ഗാന്ധിജി അവർക്ക് കാര്യമായ മറുപടിയൊന്നും നൽകിയില്ല. ബസ് ഹസ്കർ രഹ് ജാത്തേ തെ. പകരം ചിരിച്ചു കൊണ്ടുപോയി. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायद के खिलाफ था. എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിയെ കാണാൻ പോകുമ്പോൾ രാജ്ഞിയുടെ സദസ്സിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം നടത്തി പോകുന്നത് അവിടുത്തെ ആചാരമര്യാദകൾക്ക് എതിരായിരുന്നു. ആദബ് കായദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരമര്യാദകൾ എന്നാണ് അർത്ഥം വരുന്നത്. ഖിലാഫ് എന്നാൽ എതിരെ, വിരുദ്ധം എന്നൊക്കെയാണ് അർത്ഥം. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे. അപ്പോൾ ആരോ ഗാന്ധിജിയോടായി ചോദിച്ചു, ഇത്ര കുറച്ചു വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾക്ക് എങ്ങനെ രാജ്ഞിയുടെ സദസ്സിലേക്ക് പോകാൻ കഴിയും? തോ ബോലെ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഫിക്കർ മത് കരോ. നിങ്ങൾ പരിഭ്രമിക്കേണ്ട. തുമാരെ രാജാനെ. നിങ്ങളുടെ രാജാവ് ഹം ദോനോ കെ ബറാബർ കപ്പടെ അക്കേലെ ഹി പഹൻ രഖേ ഹോഗ. നിങ്ങളുടെ രാജാവ് നമ്മൾ 2 പേർക്കും തുല്യമായ വസ്ത്രങ്ങൾ ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാകും. രാജാക്കന്മാരുടെ ആർഭാടകരമായ വസ്ത്രധാരണ സംവിധാനത്തെ ഇവിടെ വളരെ ലളിതമായി പരിഹസിക്കുകയാണ് ഗാന്ധിജി ചെയ്തിരിക്കുന്നത്. ഗാന്ധിജി ലിഖ്തേ തെ ഏക് ബഡിയ പെൻസെ. ഗാന്ധിജി എഴുതിക്കൊണ്ടിരുന്നത് ഒരു വില കൂടിയ പേന കൊണ്ടായിരുന്നു. വഹ് പെൻ ഏക് ദിൻ ചോരി ചലാ ഗയാ. ആ പേന ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടു. ലിഖിനെ ബൈട്ടെ ഓർ പായാ കി പെൻ തോ ഹേ ഹി നഹി. എഴുതാനിരുന്ന സമയത്താണ് പേന കയ്യിലില്ലെന്ന് മനസ്സിലായത്. ഉസി സമയ ഏക് ബച്ചേനെ അപ്പനി പെൻസിൽ ദേ ദി കി ലോ ബാബ ഇസെ ലിഖ് ലോ. ആ സമയത്ത് ഒരു കുട്ടി തൻ്റെ പെൻസിൽ ഗാന്ധിജിക്ക് നൽകിക്കൊണ്ട് ബാബ ഇതുകൊണ്ട് എഴുതിയാലും എന്ന് പറഞ്ഞു. ഉനോനെ ലിഖ് കർ ദേഖാ കി അരേ വാഹ്. പെൻസിൽ കൊണ്ട് എഴുതിയപ്പോൾ ഗാന്ധിജിക്ക് അത് വളരെ മനോഹരമായി തോന്നി. ഇസ്സേ തോ അച്ഛാ ലിഖാ ചാത്താ ഹേ ഓർ സ്യാഹി ബഗേർ ബർനെ കി ചംചട്ട് ബി നഹി. ഇതുകൊണ്ട് വളരെ നന്നായി എഴുതാൻ കഴിയുന്നു എന്നു മാത്രമല്ല, ഇടയ്ക്കിടെ മഷി നിറയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല. സ്യാഹി എന്നാൽ മഷി എന്നാണ് അർത്ഥം. തോ തൈ കർലിയ. അപ്പോൾ തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു. കി അബ് പെൻസിൽ സേ ഹി ലിഖേഗ. ഇനി മുതൽ പെൻസിൽ കൊണ്ട് എഴുതൂ. ഓർ പെൻസിൽ സേ ഉനോനെ പഹലി ചിട്ടി കിസെ ലിഖി ജാൻതേ ഹോ. പെൻസിൽ കൊണ്ട് അദ്ദേഹം ആദ്യത്തെ കത്ത് ആർക്കാണ് എഴുതിയതെന്നറിയാമോ? ഭാരത് കെ വൈസ്രോയ്ക്കോ. ഭാരതത്തിൻ്റെ വൈസ്രോയ്ക്ക്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വൈസ്രോയ് എന്നറിയപ്പെട്ടിരുന്നത്. അന്ന് ഇന്ത്യയുടെ ഭരണ ചുമതല മുഴുവൻ വൈസ്രോയ്ക്കായിരുന്നു. ഇത്രയും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് പെൻസിൽ കൊണ്ടായിരുന്നു ഗാന്ധിജി എഴുതിയതെന്നോർക്കുമ്പോൾ എത്ര ആശ്ചര്യകരമാണ്. लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज की बोंकली लगाकर धागे से बांध लेते. എഴുതിക്കൊണ്ടിരിക്കെ പെൻസിൽ ചെറുതാകുമ്പോൾ അദ്ദേഹം അത് കടലാസിൻ്റെ ചുരുൾ വെച്ച് നൂലുകൊണ്ട് കെട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. എത്ര ലാളിത്യത്തോടു കൂടിയാണ് ഗാന്ധിജി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ പെൻസിൽ അല്പം ചെറുതായാൽ തന്നെ അത് മാറ്റി പുതിയത് ഉപയോഗിക്കുന്നു. എന്നാൽ ഗാന്ധിജി ഇവിടെ ചെയ്തിരിക്കുന്നത് എത്ര മഹത്തരമാണെന്ന് ഓർത്തു നോക്കൂ. നിസ്സാരമായ വസ്തുക്കൾ പോലും പാഴാക്കരുത് എന്ന ഒരു സൂചനയാണ് ഗാന്ധിജി ഇവിടെ നൽകുന്നത്.
ഇവിടെ കാഗസ് എന്നാൽ കടലാസ് എന്നാണ് അർത്ഥം. ബോങ്കലി എന്നാൽ ചുരുട്ട് അല്ലെങ്കിൽ ചുരുൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കാഗസ് കി ബോങ്കലി എന്നാൽ കടലാസ് ചുരുട്ടിയത്. ധാഗെ എന്നാൽ നൂല് എന്നാണ് അർത്ഥം വരുന്നത്. കെട്ടുക എന്നതാണ് ബാന്ധിന എന്ന വാക്കിന്റെ അർത്ഥം. दरअसल इन सब के पीछे कोई सनक नहीं, बल्कि गांधी जी की यह सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपके फिजूल खर्ची और दिखावा नहीं करना चाहिए. വാസ്തവത്തിൽ ഇതിനെല്ലാം പിറകിൽ യാതൊരുവിധ ഭ്രാന്തുമായിരുന്നില്ല. മറിച്ച് തൻ്റെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ തനിക്ക് ധൂർത്തും ആഡംബരവും കാണിക്കാൻ കഴിയില്ലെന്നാണ് ഗാന്ധിജി ചിന്തിക്കുന്നത്. അതായത് ഗാന്ധിജിയുടെ ഇത്തരം പ്രവൃത്തികളെ യാതൊരു വിധത്തിലും ഭ്രാന്തായി കണക്കാക്കരുതെന്നാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ സനക് എന്നാൽ ഭ്രമം, ഭ്രാന്ത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഫിജുൽ ഗർജി എന്നാൽ ധാരാളിത്തം, ധൂർത്ത് എന്നൊക്കെയാണ് അർത്ഥം. ദിഖാവ എന്നാൽ ആഡംബരം എന്നാണ് അർത്ഥം വരുന്നത്. അഗർ ആപ് സച്ച്മുച്ച് അപ്നെ ദേശ് ഓർ ദേശവാസിയോം സെ പ്യാർ കർത്തെ ഹെ തോ ആപ്കോ കം സെ കം മേം കാം ചലാനാ ചാഹിയേ. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ രാജ്യത്തെയും രാജ്യക്കാരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ജോലിയും ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര കണ്ട് സമ്പാദ്യമുണ്ടെങ്കിലും നിങ്ങൾ അമിതമായി ഒന്നും ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ഇവിടെ ഗാന്ധിജി സൂചിപ്പിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട്, എന്നാൽ ആരുടെയും അത്യാർത്തിക്കുള്ളത് ഇല്ലതാനും എന്ന ഗാന്ധിജിയുടെ മഹത്തായ വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഓർ സാധകി കാ മഹത്ത് സംചാന ചാഹിയെ. ലാളിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധകി എന്നാൽ ലാളിത്യം എന്നാണ് അർത്ഥം വരുന്നത്. ആ ബഡേ ബനേങ്കെ ഓർ കഹ്ലായേങ്കെ അപ്നെ വിചാരോം സെ ഓർ അപ്നെ കാം സെ നക്കി അപ്നെ കപടോം സെ. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടുമാണ് വലുതാകേണ്ടതും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതും, അല്ലാതെ നിങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ടല്ല. ഇവിടെ കഹ്ലായ അതായത് പറയിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് നമ്മെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കുക എന്നതാണ്. അതായത് ഒരാൾ മഹാനാണെന്ന് കാണിക്കേണ്ടത് അയാളുടെ വേഷവിധാനങ്ങളിലൂടെയല്ല, മറിച്ച് അയാളുടെ പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയുമാണെന്ന് ഗാന്ധിജി വ്യക്തമാക്കുന്നു. एक बार तो उनकी प्रार्थना सभा में कुछ अमीर आदमी सच गज कर आ गए तो गांधी जी ने उन्हें डांट दिया. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭയിൽ കുറച്ച് ധനികരായ വ്യക്തികൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു വന്നപ്പോൾ ഗാന്ധിജി അവരെ ശകാരിക്കുകയുണ്ടായി. അമീർ എന്നാൽ ധനികൻ എന്നാണ് അർത്ഥം വരുന്നത്. സജ് ഗജ്കർ എന്നാൽ അണിഞ്ഞൊരുങ്ങി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ടാണ്ട്ന എന്നാൽ ശകാരിക്കുക എന്നാണ് അർത്ഥം. ജൈൻ ധർമ്മ മേ ബി അപരിഗ്രഹ പർ കാഫി ജോർ ദിയ ഗയാ ഹെ. ജൈനധർമ്മങ്ങളിൽ പരിത്യാഗത്തിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അപരിഗ്രഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ പരിത്യാഗം ചെയ്യൽ എന്നൊക്കെയാണ്. ലൗകികമായ സുഖസൗകര്യങ്ങളെല്ലാം പരിത്യജിച്ച് ആത്മീയമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ് ജൈനമതതത്വമായ പരിത്യാഗത്തിൻ്റെ അർത്ഥം. അപരിഗ്രഹ് യാനി ഫാൽത്തു കി ചീസോം ജമാ മത് കരോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമ്പാദിക്കരുത് എന്നതാണ് അപരിഗ്രഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഉപയോഗമില്ലാത്തത്, ആവശ്യമില്ലാത്തത് എന്നൊക്കെയാണ് ഫാൽത്തു എന്ന പദത്തിൻ്റെ അർത്ഥം. ബസ് ഗാന്ധിജി കോ തോ ജഹാം ഭി കുച്ച് അച്ഛാ ലഗ അപ്നെ ലേത്തെ തെ. എന്തെങ്കിലും ഒരു കാര്യം നല്ലതെന്ന് തോന്നിയാൽ ഗാന്ധിജി അത് സ്വന്തമാക്കുമായിരുന്നു. തോ ഉനോനെ അപരിഗ്രഹ് കോ ഭി അപ്നാ ലിയ. അതുകൊണ്ട് തന്നെ അപരിഗ്രഹ് എന്ന ആശയത്തെയും അദ്ദേഹം തൻ്റേതായി സ്വീകരിച്ചു. നല്ലത് ആരിൽ നിന്ന് ലഭിച്ചാലും അത് സ്വീകരിക്കണം എന്ന ഒരു മഹത്തായ ആശയവും ഇവിടെ ഗാന്ധിജി പങ്കുവെക്കുന്നു. ഗാന്ധിജിക്ക് തീൻ ബന്ദർ ബഹുത്ത് മഷൂർ ഹെ. ഗാന്ധിജിയുടെ കയ്യിലുള്ള 3 കുരങ്ങന്മാർ വളരെ പ്രസിദ്ധമാണ്. ഇവിടെ 3 കുരങ്ങന്മാർ ഒന്നിച്ചുള്ള ഒരു കളിപ്പാട്ടമാണ് ഉദ്ദേശിക്കുന്നത്. മഷൂർ എന്നാൽ പ്രസിദ്ധം എന്നാണ് അർത്ഥമാകുന്നത്. യഹ് ദർ അസൽ ഏക്ക് ഗിലൗനാത്ത ജോ കുച്ച് ചീനി ബച്ചോനെ ഗാന്ധിജിക്കോ ബേട്ട് കിയാത്ത. ഇത് വാസ്തവത്തിൽ ഒരു കളിപ്പാട്ടമാണ്. കുറച്ച് ചൈനക്കാരായ കുട്ടികൾ ഗാന്ധിജിക്ക് സമ്മാനമായി നൽകിയതാണിത്.
लेकिन ഗാന്ധിജി ने उन्हें अपना जीवन का साथी बना लिया. എന്നാൽ ഗാന്ധിജി ഈ കളിപ്പാട്ടത്തെ തൻ്റെ ജീവിതത്തിലെ കൂട്ടുകാരനാക്കി മാറ്റി. ജബ് ധോത്തി പഹന്നി ശുരു കർ ദി തോ ജബ് ഗഡി കഹാരകെ. മുണ്ടെടുക്കാൻ തുടങ്ങിയതോടെ ഇനി സമയം നോക്കാനുള്ള പോക്കറ്റ് ഘടികാരം ഇനി എവിടെ വെക്കും? ഇന്നത്തെ പോലെ കയ്യിൽ കെട്ടുന്ന വാച്ചുകളൊന്നും അന്ന് കാര്യമായി ലഭ്യമായിരുന്നില്ല. ഗാന്ധിജിയുടെ കയ്യിൽ സമയം നോക്കാനുണ്ടായിരുന്നത് ഒരു ഘടികാരം പോലുള്ള വസ്തുവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് തൻ്റെ പാൻറ്റിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ പാൻറ്റിന് പകരം മുണ്ടെടുക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന് അത് വെക്കാൻ സ്ഥലമില്ലാതായി. അതിന് അദ്ദേഹം കണ്ടെത്തിയ വഴി എന്താണെന്നറിയാമോ? തോ ഉസേ കമർമേം ലഡ്കാന ശുരു കർ ദിയ. അദ്ദേഹം തൻ്റെ അരയിൽ അത് തൂക്കിയിടാൻ തുടങ്ങി. കമർ എന്നാൽ അരക്കെട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ലഡ്കാന എന്നാൽ തൂക്കിയിടുക എന്നും. ഇസ് തരഹ് ഗാന്ധിജി ധീരെ ധീരെ വൈസെ ഗാന്ധിജി ബൻ ഗയെ. ഇത്തരത്തിൽ ഗാന്ധിജി സാവധാനത്തിൽ ഗാന്ധിജിയായി മാറുകയായിരുന്നു. ജയ്സ ആജ്കൽ ഹം ഉനേം ഉൻകെ ചിത്രോമേം ദേഖ്താ ഹെ. എങ്ങനെയെന്നാൽ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ ലേഖനം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.